കെ.എസ്. ചിത്രയ്ക്ക് പ്രത്യേകമായ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. മലയാളി സ്വന്തം മനസ്സിന്റെ മൂർധാവിലണിഞ്ഞ സംഗീതത്തിന്റെ കളഭമായി, അതിനപ്പുറം എല്ലാവരും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയായ കെ.എസ്. ചിത്രയോട് ഒരു പിടി ചോദ്യങ്ങളുമായി സമീപിക്കുകയാണ്. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം, കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം, കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. മഴപക്ഷി പാടും പാട്ടിൻ മയിൽ പീലി നിന്നെ ചാർത്താം, ഉറങ്ങാതെ നിന്നോടെന്നും ചേർന്നിരിക്കാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. സംഗീതം ഭക്തി നിർഭരമാണ്, ആത്മനിഷ്ഠമാണ്, പ്രാർത്ഥനാരൂപമാണ്. ഇന്ന് പലപ്പോഴും അത് ബഹിർമുഖമാണ്, അതായത് പെർഫോമൻസ് ബേസ്ഡ് ആണ്. താങ്കളടക്കമുള്ള പല തലമുറയും അതിലല്ലാത്ത ഒരു പ്രത്യേക മനസ്സോടുകൂടി അതിനെ സമീപിച്ചിട്ടുള്ളത്. എങ്ങനെ നോക്കി കാണുന്നതിന്? ശരിക്കും ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു മാർഗം തന്നെ സംഗീതമാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. സംഗീതം ഇപ്പോഴത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ മാറിയല്ലോ. യങ് ജനറേഷനിലെ കുട്ടികൾക്ക് അവരത് എൻജോയ് ചെയ്ത് പാടുന്നു, പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇനിയിപ്പോൾ അങ്ങനെ മൂവ് ചെയ്ത് പാടുന്നത് വൃത്തികേടായി പോവും, ഇന്നത് പാടാൻ പറ്റില്ല. എനിക്ക് സാധാരണ പറയുമല്ലോ, ഇപ്പോൾ മൈക്കിൾ ജാക്സൺ അവരൊക്കെ ഒരുപാട് ഡാൻസ് ചെയ്ത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് നടന്നു കഴിഞ്ഞാൽ തന്നെയും നമ്മുടെ വോക്കൽ കോഡിൻ്റെ ഒരു ഡിഫറൻസ് വരുമെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിവതും നിന്ന് പാടുമ്പോൾ നമ്മുടെ വോയിസിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ അതുതന്നെ പൊതുവേ തന്നെ പറയില്ല, നമ്മുടെ വേഷവിധാനം പോലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നിൽക്കുകയല്ല, നമുക്ക് പറ്റാത്തൊരു വേഷം നമ്മളെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് സ്റ്റേജിൽ നിർത്തിയാൽ നമ്മുടെ കോൺസെൻട്രേഷൻ എൻ്റെ എവിടെയെങ്കിലും വൃത്തിയായിട്ട് കാണുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ നമുക്ക് അത്രയും കൂടുതൽ പാട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കഴിവതും നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വേഷം ധരിച്ച് നമുക്ക് ഏത് വിധത്തിൽ പാടാം, നമ്മുടെ സൗകര്യമാണത് എങ്കിലേ അത്. പിന്നെ ഒരു ഇഷ്ടപ്പെടുന്ന ഇപ്പോഴത്തെ യുവതലമുറയിലുള്ള ഒരുപാട് പേര് ഇങ്ങനെ മൂവ് ചെയ്ത് ഡാൻസ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ചുമ്മാ ഒരാളിങ്ങനെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് എത്ര നേരം ഇരിക്കുന്ന ചോദിക്കുന്നവരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറ്റില്ല, എനിക്കിതേ പറ്റുള്ളൂ. 11 തവണ തുടർച്ചയടക്കം 15 തവണ സ്റ്റേറ്റ് അവാർഡ്, 6 തവണ ദേശീയ അവാർഡ്, എല്ലാ തെന്നിന്ത്യൻ ഭാഷയിലും പാടുകയും അവാർഡ് മേടിക്കുകയും ചെയ്ത അവസ്ഥ. കൂടാതെ എല്ലാ പ്രശസ്തരായ സംഗീത സംവിധായകന്മാരുടെ കീഴിലും വർക്ക് ചെയ്യാനുണ്ടായ അനുഭവം. പക്ഷേ അട്ടഹാസം എന്ന ആദ്യ ഗാനത്തിലൂടെ കടന്നു വരുമ്പോൾ, എം.ജി. രാധാകൃഷ്ണൻ മാസ്റ്ററുടെ സഹായത്തോടെ കടന്നു വരുമ്പോൾ ഈ അവസ്ഥയിൽ എത്തിപ്പെടുന്നു വിചാരിച്ചിരുന്നോ? ഒരിക്കലില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഫിലിമിൽ പാടുന്ന ഇങ്ങനെ ഒരു പ്ലേബാക്ക് സിംഗർ ആവണം എന്നുള്ളൊരു ഒരു ഹോപ്പും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചത് ഏതെങ്കിലും എൻ്റെ അമ്മയും അച്ഛനും ടീച്ചേഴ്സാണ്. അതുപോലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട്, അപ്പം മ്യൂസിക്കിൽ വളരെ കുറച്ച് സ്റ്റുഡൻസേ ഉള്ളൂ. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് അപ്പം എല്ലാവർക്കും എൻ്റെ കൂടെ പഠിച്ച എല്ലാവർക്കും ജോലിയാണ്. എല്ലാവരും ഓരോ കോളേജിൽ മ്യൂസിക് ലെക്ചറേഴ്സായിട്ട് ഇരിപ്പുണ്ട്, അങ്ങനെ അവരൊക്കെ. അതുപോലൊരു ജോലി സ്കൂളിലോ ഏതെങ്കിലും കോളേജിലോ മ്യൂസിക് ടീച്ചറായിട്ട് ജോലി കിട്ടും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ മ്യൂസിക് എടുത്ത് പഠിച്ചത്. എനിക്ക് വേറെ ആകെയുള്ള താല്പര്യം സംഗീതത്തോട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് അതിൽ വന്ന്. അപ്പം രാധാകൃഷ്ണൻ ചേട്ടൻ ആദ്യമായിട്ടൊരു ഫിലിമിൽ പാടിച്ചപ്പോൾ രാധാകൃഷ്ണനെ വിളിച്ചു പോയി പാടി എന്നുള്ള അല്ലാതെ അതിൽ കൂടെ ഞാനങ്ങ് പ്രശസ്തിയാവുന്നൊന്നും അപ്പോഴൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഈ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന് പറഞ്ഞൊരു ഫിലിമിൽ പാടിക്കഴിഞ്ഞ ശേഷമാണ് രാജാ സാറ് അതേ ഫിലിം തമിഴിലെടുക്കാനായിട്ട് പൂവേ പൂച്ചുടവ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ വോയിസ് തന്നെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു. അതിപ്പോൾ നമ്മുടെ ഒരു സമയം എന്ന് പറയില്ല, നമുക്ക് തലയിൽ എഴുതിയിരിക്കുന്ന നടക്കുന്ന പറയുന്ന പോലെ അങ്ങനെ എന്നെ വിളിച്ചു. അദ്ദേഹം തന്നെ മറ്റുള്ള എല്ലാ ലാംഗ്വേജസിലും പഠിപ്പിച്ചു. അങ്ങനെ അങ്ങ് തിരക്കിലോട്ട് ആയി. ആദ്യത്തെ അവാർഡ് അതിന് വന്നു. അങ്ങനെയാണ് ഈ കരിയർ ബിൽഡപ്പ് ചെയ്ത് വന്നതല്ല, എൻ്റെ കയ്യിൽ നിന്നുള്ള ഒന്നുമില്ല. പിന്നെ കിട്ടുന്ന പാട്ടുകൾ നന്നായിട്ട് പാടാൻ നോക്കണം. അപ്പോഴൊക്കെ എല്ലാം ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ പോലും അത് കറക്റ്റ് ചെയ്യാനൊന്നും അന്ന് സമ്മതിക്കില്ലായിരുന്നു. ഇപ്പോൾ പറഞ്ഞു പാട്ട് പഠിക്കുകയും ഒരു സംഗീത അധ്യാപികയായി മാറാനൊക്കെ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആവാനാണ് സാധിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി സംഗീതം പഠിച്ച ഒരാളാണ്. പക്ഷേ അധികം സംഗീത കച്ചേരികൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അത് കാര്യം എന്ന് വെച്ചാൽ ശാസ്ത്രീയ സംഗീതം ഞാൻ ആകെ 7 വർഷമേ പഠിച്ചിട്ടുള്ളൂ. മ്യൂസിക് കോളേജിൽ പഠിച്ചതല്ലാതെ ഉമ്മനിക്കുട്ടി ടീച്ചറിൻ്റെ അടുത്ത് ഞാനൊരു 7 വർഷം കൾച്ചറൽ ടാലൻറ്റ് സെർച്ച് സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു, അങ്ങനെ പഠിച്ചിരുന്നു.
ആ 7 വർഷം പഠിച്ചതൊന്നും പോരാ, ശരിക്കും ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഫിലിം ഫീൽഡിൽ വന്നു കഴിഞ്ഞ ശേഷം ഫിലിം സോങ്സ് ഒന്നും നമ്മുടെ ഒരു കംഫർട്ടബിൾ റേഞ്ചിനൊന്നും അല്ല. ചിലപ്പം ആണുങ്ങളുടെ ശ്രുതിക്ക് നമ്മൾ പാടേണ്ടി വരും. സാധാരണ ക്ലാസിക്കൽ മ്യൂസിക് പാടുമ്പോൾ നമ്മൾ കുറച്ച് ഫീമെയിൽ വോയിസസ് ആണെങ്കിലും കുറച്ചൊരു വോയിസിനൊരു കുറച്ച് കട്ടിയായിട്ട് വന്നാലേ അതിന് സുഖമുള്ളൂ എന്നൊക്കെയാണ് എൻ്റെയൊക്കെ വിശ്വാസം അങ്ങനെയാണ്. അപ്പം നമ്മളെപ്പോഴും ഫിലിം സോങ്സ് പാടുന്നതിനേക്കാളും കുറച്ച് ശ്രുതി കുറച്ചാണ് അത് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫിലിം സോങ്സ് പാടുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നു, വോയിസിൻ്റെ ടെക്സ്ചറിന് ചെറിയ വ്യത്യാസം വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ ക്ലാസിക്കൽ മ്യൂസിക് പാടാതെ വളരെ ബിസി ആയിട്ട് ഫിലിം പാടിക്കൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ അതിലോട്ട് തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അങ്ങനെ ആ ഫിലിം സോങ്സ് മാത്രം പാടി കുറച്ച് കോൺഫിഡൻസ് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം വീണ്ടും ഞാൻ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു 2-3 വർഷത്തിനുള്ളിൽ കച്ചേരി ചെയ്യണം. മീഡിയയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗായകന്മാർ, ഗൾഫിലെ ഗായകന്മാരെ പരിചയപ്പെടാനുള്ള അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ പലരും നല്ല ടാലൻ്റുള്ള ആളുകളാണ്. പക്ഷെ ഇവർക്ക് പലപ്പോഴും അവസരങ്ങൾ കിട്ടുന്നില്ല. ഇവരോട് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? ഞാനൊക്കെ വന്ന സമയത്തിനേക്കാളും ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്ന് വേണം പറയാൻ. ഗൾഫിൽ നിന്നുള്ള കുട്ടികൾ 2 പേര് ഇപ്പോൾ വളരെ സജീവമായിട്ട് ഫിലിമിലുണ്ട്. നിങ്ങളത് വിട്ടുപോയതാന്ന് തോന്നുന്നു. ജ്യോത്സ്നയുണ്ട്, മഞ്ജരിയുണ്ട്. 2 പേരും വളരെ പ്രൊമനൻ്റ് ആയിട്ട് ഇപ്പം ഫിലിമിൽ പാടിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇവർക്കും നല്ലോണം ടാലൻ്റ് ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ശരിക്കും അവർക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ കൂടുതലാണ്. ഒരുപാട് ചാനൽസ് മ്യൂസിക് ബേസ്ഡ് പ്രോഗ്രാംസ് ഒരുപാട് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ടാലൻറ്റ് ഇപ്പോൾ പണ്ടത്തെ കാലത്ത് നിന്നൊക്കെ പറഞ്ഞ ഒരു അവസരം ആരെങ്കിലും കൊടുത്താൽ മാത്രമേ സിനിമയിൽ പാടാൻ പറ്റും, അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റില്ലാത്തൊരു ഇതായിരുന്നു. സിനിമ നല്ല പാട്ട് വെളിയിൽ കേൾക്കാം. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്നെക്കാൾ തന്നെ ടാലൻ്റ് ഉള്ള എത്രയോ പേര് ഒന്നും അല്ലാണ്ട് ഒന്നും ഇതില്ലാതെ നാട്ടിലുള്ളവരുണ്ട്, ഒരുപാട് ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം അതായത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മീഡിയ വഴി അവർക്ക് ഒരുപാട് അവരുടെ ടാലൻറ്റ് പുറത്ത് കൊണ്ടുവരുന്ന അവസരങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പം നല്ലോണം ചെയ്യേണ്ട എനിക്ക് കുട്ടികളെക്കുറിച്ചല്ല, ഞാൻ ബോധർ ചെയ്യുന്ന എപ്പോഴും അവരുടെ അച്ഛനമ്മമാരെ കുറിച്ചാണ്. കുട്ടികളൊന്ന് ചെറുതായിട്ടൊന്ന് പാടിത്തുടങ്ങുമ്പോൾ തന്നെ അവരുടെ മുമ്പിൽ വെച്ച് അവരെ തന്നെ ഒരുപാട് ഇങ്ങനെ പൊക്കി അവരുടെ ടാലൻറ്റ് ഇല്ലാതാക്കുന്ന അച്ഛനമ്മയാണ്. ഞാൻ പ്രോത്സാഹിപ്പിക്കണം, പക്ഷേ കുറ്റങ്ങളും പറഞ്ഞു കൊടുക്കണം. യശസ്വരീനായ രവീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, പുതിയ തലമുറയ്ക്ക് എന്തുകൊണ്ട് നിങ്ങൾ അവസരം കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഡെഡിക്കേഷൻ ഇല്ല, അവർക്ക് പ്രശസ്തിയും പണവുമാണ് ആവശ്യം എന്ന് പറഞ്ഞു. ശരിയാണോ? അഭിപ്രായത്തോട് യോജിക്കുന്നു? ഡെഡിക്കേഷൻ എന്നുള്ള അങ്ങനെ ഞാനിപ്പോൾ പൊതുവെ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ, എൻ്റെ വീട്ടിലൊക്കെ ചില ആൾക്കാർ ഇതുപോലെ പാടാൻ ആഗ്രഹം ഉള്ളവരിങ്ങനെ വരാറുണ്ട്. വരുന്നവരെല്ലാവരും ഒരു കാസറ്റ് കേൾപ്പിച്ചിട്ട് ഇതുപോലെ ഞാൻ പാടാറുണ്ടെന്ന് പറഞ്ഞ് വരുന്നവർ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ജാനകിയമ്മയുടെ ആണെങ്കിൽ അതേ ശബ്ദത്തിൽ ഞാൻ പാടും, നിങ്ങളുടെ അതേ ശബ്ദത്തിൽ ഞാൻ പാടും എന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട്. അപ്പം അതൊക്കെ ഒരു ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ സിനിമയിൽ പാടണം എന്നുള്ളതാണ് എല്ലാവരുടെയും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ദാസേട്ടനും ഒക്കെ പറയാറുണ്ട്, മ്യൂസിക്കിനോട് പഠിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് പഠിക്കണം, അല്ലാതെ അതുകൊണ്ട് എനിക്കിത് കിട്ടണം എന്ന് വിചാരിച്ച് പഠിച്ചാൽ ചിലപ്പം അത് ശരിക്കും ചെയ്യാൻ പറ്റില്ല. പാട്ട് പാടുന്നത് നല്ല ഒരുപാട് പഠിക്കണം, അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളൊരു ചിന്ത ആദ്യം മനസ്സിലുണ്ടെങ്കിലേ സരസ്വതി ദേവി നമ്മുടെ കൂടെ നിൽക്കുള്ളൂ. തൽക്കാലത്തേക്ക് നമുക്ക് പാടി വേഗം കുറച്ച് പ്രശസ്തിയാവണം, പണം ഉണ്ടാക്കണം, അങ്ങനെയുള്ളൊരു ധാരണയിൽ വന്നാൽ അത് എത്രത്തോളം ശരിയാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ഇങ്ങനെ എത്രയും വേഗം ഒരു 2 പാട്ട് പാടി അങ്ങ് വേഗം ഒരു പേരും പ്രശസ്തിയും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ലാതെ അതിനകത്ത് എന്തൊക്കെ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. രാജാ സാർ തന്നെ, ഞാൻ ആദ്യം ഫസ്റ്റ് സോങ് പാടിക്കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് എന്നെ കൺസോളിൽ ഇരുത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പാട്ട് നീ കേട്ടിട്ട് നിനക്ക് എന്തൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന് നീ തന്നെ പറയാൻ പറഞ്ഞു. അതായത് നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കിപ്പിക്കുക. അപ്പോൾ അടുത്ത പാട്ട് പാടുമ്പോൾ നമ്മൾ ആ തെറ്റ് വരാണ്ടിരിക്കാൻ ശ്രമിക്കും. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ